ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം കണ്ടു നോക്കാം. അതിനായി ഒരു കടായി ചൂടായതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചെറുപയർ പരിപ്പ് അളന്നെടുത്ത് അതേ കപ്പിന് തന്നെ 2 കപ്പ് രണ്ടാം പാലും കൂടെ 1 കപ്പ് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 2 വിസിലും അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനിയെല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പം ചെറുപയറെല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിക്കണം. 2 മിനിറ്റും കൂടെ ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ 1 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.